ഹലോ. അപ്പോൾ ഇത്തവണത്തെ മദേഴ്സ് ഡേക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു മദേഴ്സ് ഡേ ആണ്. എന്ന് വെച്ചാൽ ഞാൻ അമ്മേന് ശേഷമുള്ള ഫസ്റ്റത്തെ മദേഴ്സ് ഡേ ആണ് ഇന്ന്. പറഞ്ഞു വരികയാണെങ്കിൽ വിത്തൗട്ട് ബേബിയാണ് കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നു വിത്തൗട്ട് ബേബി ഇവിടെ ഇതെന്താ പറയണേന്ന്. എനിക്ക് സ്റ്റിൽ ബർത്ത് ആയിരുന്നേ. അത് മനസ്സിലാവണമെങ്കിൽ ഒരു 2 ആഴ്ച പിന്നിലേക്ക് പോകണം കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ചാൽ ഏപ്രിൽ 18 രാവിലെ ഞാൻ എണീക്കണത് തന്നെ എൻ്റെ ഈ 9 മാസത്തെ പ്രഗ്നൻസിയിൽ ഏറ്റവും ക്ഷീണമുള്ള ഒരു ദിവസമായിരുന്നു. അത്രയും ക്ഷീണമായിട്ടൊക്കെ രാവിലെ എണീറ്റു. സങ്കടം എന്താണെന്ന് വെച്ചാൽ നാളെ അഡ്മിറ്റ് ആവാൻ പോണേ. ആ ഒരു PV നോക്കുന്ന കാര്യമാണ് എനിക്ക് ഏറ്റവും സങ്കടമുള്ള കാര്യം. ഇപ്പോൾ 19 തീയതിക്ക് അഡ്മിറ്റ് ആവേണ്ടതാണ്. 18 രാവിലെ ഞാൻ അതൊക്കെ ആലോചിച്ചിട്ട് എണീറ്റത്. അങ്ങനെ രാവിലത്തെ ഞാൻ കഴിക്കലൊക്കെ കഴിഞ്ഞു. 2-3 റൗണ്ട് നടക്കുകയൊക്കെ ചെയ്തു. ഉച്ചയായപ്പോഴാണ് ഞാനൊരു കാര്യം മനസ്സിലാക്കിയത്. എൻ്റെ പീറ്റിൽ ഒരു വട്ടേ ഇളകിയുള്ളൂ, പിന്നെ ഇളകണില്ല. അപ്പോൾ വേഗം ഡോക്ടറെ വിളിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒന്നും നോക്കണ്ട, നാളെ അഡ്മിറ്റ് ആവേണ്ടത്, അപ്പോൾ ഇന്ന് തന്നെ പോരേന്നായി. അങ്ങനെ ഇന്ന് തന്നെ പെട്ടിയും കിടക്കൊക്കെ എടുത്ത് 18 തന്നെ ഞങ്ങൾ ചെന്നു ഹോസ്പിറ്റലിലേക്ക്. അവിടെ ചെന്ന് ഉണ്ണിയുടെ ഹാർട്ട് ബീറ്റ് നോക്കിയപ്പോൾ ഉണ്ണിക്ക് ഹാർട്ട് ബീറ്റ് കിട്ടുന്നില്ല. അപ്പോൾ തന്നെ ആംബുലൻസിലൊക്കെ കയറ്റി നേരെ തൃശ്ശൂർ അത്യാവശ്യം വലിയൊരു ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ ചെന്ന് ഉണ്ണിയുടെ ഹാർട്ട് ബീറ്റ് നോക്കി, അവർക്കും കിട്ടിയില്ല. സ്കാൻ ചെയ്തപ്പോൾ അവർ റിപ്പോർട്ട് തന്നു, ബേബി IUD ആയിട്ടുണ്ട് പറഞ്ഞിട്ട്. എന്ന് വെച്ചാൽ വയറിനുള്ളിൽ വെച്ച് തന്നെ ഉണ്ണി മരിച്ചു എന്ന്. പിന്നെ അതിൻ്റെ ഒരു സങ്കടമൊക്കെ ആയി, കരച്ചിലായി, നിലവിളിയായി, ബഹളമായി. അതൊക്കെ കഴിഞ്ഞ് അടുത്ത പരിപാടി പ്രസവിപ്പിക്കണമല്ലോ. അതാണ് എന്ന് വെച്ചാൽ ഡെലിവറിയുടെ തലേ ദിവസമാണ്, അഡ്മിറ്റ് ആകാൻ പറഞ്ഞിട്ട് തലേ ദിവസം. അങ്ങനെ 2 ദിവസം ഞാൻ ലേബർ റൂമിൽ കിടന്ന് ഉരുളുക. എന്തിനാ? പ്രസവിക്കാൻ. എല്ലാ വേദനയും സഹിക്കേണ്ട വന്നു. മരുന്ന് കഴിച്ചു. അപ്പോൾ ഞാൻ പറയുന്നുണ്ട്, വേദന അത്രയും പീക്ക് ലെവലായപ്പോൾ ഞാൻ പറയുന്നുണ്ട്, മതി, എനിക്കിനി പറ്റില്ല, സിസേറിയൻ ചെയ്തോ എന്ന്. അപ്പോഴൊക്കെ ഡോക്ടേഴ്സ് പറഞ്ഞു, ഇങ്ങനെ ചോദിക്കുക, അങ്ങനെ പറയല്ലേ, എന്താ പറയുക, നോർമൽ ആക്കുകയല്ലേ നല്ലത്, അതല്ലേ നമുക്ക് എപ്പോഴും നല്ലത്. ഇപ്പോൾ സാധാരണ എല്ലാവരെയും പ്രഗ്നൻസിനെ പോലെയല്ല, ബാക്കി എല്ലാവരും ഒരു 2 ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം വേദന സഹിക്കുമ്പോൾ നമ്മളൊരു 3 ദിവസം വേദന സഹിക്കേണ്ടി വരും, അത്രേ ഉള്ളൂ. എന്നാലും എത്ര വന്നാലും നമ്മുടെ ശരീരത്തിന് നോർമൽ ഡെലിവറിയല്ലേ നല്ലതെന്ന് പറഞ്ഞിട്ട് നോർമൽ തന്നെ നടത്താനായി. അങ്ങനെ ശരി എങ്കിൽ നല്ലതല്ലേ എന്ന് വെച്ചിട്ട് നിലവിളിച്ചിട്ടാണെങ്കിലും വേദന ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കണം, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാര്യം ഉണ്ണി ഡെത്തായ മരിച്ചൊരു കുട്ടിയെ ഉള്ളിൽ കിടക്കണത്. ഉണ്ണിയായിട്ട് പുറത്തു വരാൻ ശ്രമിക്കില്ല, നമ്മൾ യൂട്രസായിട്ട് ഉണ്ണിനെ പുറത്തെടുക്കാൻ ശ്രമിക്കണം. അപ്പോൾ 2 ദിവസം കഴിഞ്ഞു, 2ാമത്തെ ദിവസമായി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഉണ്ണിക്ക് വെയിറ്റ് ഉണ്ടായിരുന്നു, ഇപ്പോൾ എനിക്കൊന്നും പറ്റുന്നില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ. കൺട്രാക്ഷനാണെങ്കിൽ പറയണ്ട, 2 മിനിറ്റ് കൂടുമ്പോൾ ഇങ്ങനെ നടും വയറൊക്കെ പൊടിയ. അങ്ങനെ 2 ദിവസം വേദന സഹിച്ചിട്ടോ. 3ാമത്തെ ദിവസം 21 രാവിലെ ഇപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ചേട്ടൻ ഇനി എനിക്ക് പറ്റില്ല, ഇനിയും ചേട്ടൻ നോർമലിൽ നോക്കുകയാണെന്ന് വെച്ചാൽ എനിക്കൊന്നും പറ്റില്ല, സിസേറിയൻ വേണം, ഇല്ലെങ്കിൽ ഞാൻ പോകുന്ന എണീറ്റ് ഓടും ചാടും ഇങ്ങനെയൊക്കെയായി. അവസാനം ചേട്ടന് മനസ്സിലായി. ചേട്ടൻ അപ്പോൾ തന്നെ പറഞ്ഞു, ഇനി നിങ്ങൾ നോക്കണ്ട, നോർമൽ നോക്കണ്ട. അന്നേരം രാവിലെ ഡോക്ടർ പറഞ്ഞു, നമുക്ക് മെംബ്രെയിൻ റപ്ചറാക്കി നോക്കാം, എന്ന് വെച്ചാൽ വെള്ളം പൊട്ടിച്ച് വിടാം, എന്നിട്ട് മരുന്ന് കയറ്റി നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ വൈകുന്നേരം വരെ നോക്കിയിട്ട് പറ്റില്ലെങ്കിൽ നാളെ രാവിലെ നമുക്ക് സിസേറിയൻ ചെയ്യാൻ തോന്നും. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, വേണ്ട, 21 രാവിലെ പറഞ്ഞു, നിങ്ങൾ സിസേറിയൻ ചെയ്യും, ഇനി അവളെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ട, സിസേറിയൻ ചെയ്യുന്നു. അങ്ങനെ 21 കാലത്ത് 11:06 സിസേറിയൻ ചെയ്തു. സ്റ്റിൽ ബർത്താണെങ്കിലും എനിക്കൊരു ബേബി ബോയ് ആയിരുന്നു. പ്രതീക്ഷിച്ചതിനേക്കാളും വെയിറ്റ് ഉണ്ടായിരുന്നു. 3,780 വെയിറ്റ് ഉണ്ടായിരുന്നു. പിന്നെ അവൻ മാക്രോസോമിക് ബേബിയും കൂടി ആയിരുന്നു കേട്ടോ. അതവൻ്റെ ഡയഗ്നോസിസ് ഉണ്ടായിരുന്നത്. എന്ന് വെച്ചാൽ കുറച്ച് വലിയ കുട്ടിയായിരുന്നു അവൻ. ഒരു 37 ആഴ്ചയും 5 ദിവസമായിരുന്നു അവൻ്റെ വളർച്ച ഉണ്ടായിരുന്നത്. ഫുൾ ടൈം ആയിരുണ്ണി. ഞാൻ പറഞ്ഞല്ലോ, നാളെ ഡെലിവറിക്ക് ഞാൻ കാത്തിരുന്നിരുന്നതാ. പിന്നെ അവനൊരു തക്കട് മണിയായിരുന്നു. എൻ്റെ വീട്ടുകാരൊക്കെ പറഞ്ഞത് ശരിക്കും എന്നെ പോലെ കാണാനുണ്ടായിരുന്നു അവനെ. പിന്നെ ഞാൻ നോക്കിയപ്പോൾ കണ്ടു, ഞാനല്ല എല്ലാവരും നോക്കിയപ്പോഴും കണ്ടു കേട്ടോ. അവൻ്റെ അച്ഛൻ്റെ എന്ന് പറയാൻ അവനുണ്ടായിരുന്ന, അവൻ്റെ അച്ഛൻ ഇവിടെ ഇങ്ങനെ ഒരു കുഴിയുണ്ട്, ആ കുഴി അങ്ങനെ അവനുണ്ട്, ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഒരു കുഴിയാണ്. അങ്ങനെ ആ കുഴി അവൻ്റെ അച്ഛൻ്റെ അതേപോലത്തെ ആ കുഴി അവനുണ്ട് കേട്ടോ. അങ്ങനെ ഒരു ഗുണ്ട് ചുക്കുമണിയായിരുന്നു അവൻ. പിന്നെ ഒരുപാട് ത്യാഗങ്ങളൊക്കെ സഹിച്ച് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ തരണം ചെയ്തിട്ടാണ് ഓരോ അമ്മമാരും ഈ ഭൂമിയിൽ ജനിക്കണേ. അപ്പോൾ എല്ലാവർക്കും, എല്ലാ അമ്മമാർക്കും ഹാപ്പി മദേഴ്സ് ഡേ. താങ്ക് യു.